ഹായ് നമസ്കാരം. ഞങ്ങളിത് വീണ്ടും അസ്പെയർ പാർക്കിലെത്തി. ഇവിടെ അസ്പെയർ വണ്ടർലാൻഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ എത്തിയതാണ്. കണ്ടില്ലേ, ബാക്കിൽ കണ്ടില്ലേ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാർച്ച് 30 വരെയാണ്. അവർ എനിക്ക് തോന്നുന്നു April 1 വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് ഫൗണ്ടൈൻ കാണണമെങ്കിൽ മാർച്ച് 30 തന്നെ വരണം. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഞങ്ങളിത് കാഴ്ചകളൊക്കെയും കണ്ടിങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കണം കേട്ടോ ഇവിടെ അസ്പെയർ പാർക്കിൽ. ഏകദേശം എനിക്ക് തോന്നുന്നു മ്യൂസിക് ഫൗണ്ടൈൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പോവാം. മ്യൂസിക് ഫൗണ്ടൈൻ ഇപ്പോൾ തുടങ്ങുക 6:40 ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ തുടങ്ങുമെന്ന് വിചാരിക്കുക. അപ്പോൾ വാ, ഇനി അങ്ങോട്ട് പോവല്ല മ്യൂസിക് ഫൗണ്ടൈൻ. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കണ്ടില്ലേ, ഞങ്ങൾ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. നമ്മൾ നാട്ടിലെ ഉത്സവത്തിനും പെരുന്നാളിലേക്കും പോകുമ്പോൾ ലൈറ്റ് വർക്കൊക്കെ ഒരുപാട് കാണാറില്ലേ, ആ ഒരു ഫീല് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എനിമൽസിൻ്റെ മേത്ത് ലൈറ്റ് വർക്ക് ചെയ്തിട്ട് എന്താ പറയുക, മുന്നേക്ക് അത് കയറി ഇരിക്കണം എന്ന് പറഞ്ഞിടക്കായിരുന്നു. അതെ, അത് കയറി ഇരിക്കാം. പക്ഷെ അവരത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് ഇരുത്താൻ പാടില്ല കുട്ടികളെയൊന്നും. പക്ഷെ ഇരിക്കാനും പറ്റില്ല കേട്ടാ. പക്ഷെ നല്ല എന്താ പറയുക, നമുക്ക് കാണാൻ നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വന്ന് കാണണം. അതെ, മ്യൂസിക് ഫൗണ്ടൻ അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക് ഫൗണ്ടൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ഉണ്ട്. പക്ഷെ അതും ഭയങ്കര രസമായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, കാഴ്ചയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത് ടൈം ഏകദേശം 6:40, പിന്നെ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:40 വരെ ഉണ്ട്. വിളക്കിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തരുമോ നോക്കാം നമുക്ക്. കണ്ടില്ലേ, എന്തായാലും ചോദിച്ചേക്ക്. ഫുഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തരും. പക്ഷെ ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട് കേട്ടോ. കുറച്ച് നേരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കായിരുന്നു. ക്രൊക്കഡൈലിന്റെ മേലെ കയറിയിരിക്കണം, ബേബി ഷാർക്കിന്റെ മേലെ കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കാരണം ഒരു ടോയ് മേടിച്ചെടുത്തു. ഒരുപാട് ഹാപ്പി ആയി. ഹാപ്പി ആയില്ലേ? നോക്കണ്ട്. കടിക്കില്ല ചേനെ. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട് അവിടെ. ഫുഡ് സ്റ്റാളിൻ്റെ അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അപ്പം മുന്നിലുള്ളത് കൊണ്ട് എന്തായാലും ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുപോലെ നല്ല കാറ്റും ഉണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് സ്റ്റാൾ ബാക്കിൽ കാണിച്ചു തരാം. ഇത് കാണാം, നല്ല തിരക്കുണ്ട്. രാത്രി ആയതുകൊണ്ട് ക്യാമറയ്ക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ട്. മുന്നി നോക്കിയേ. ഇവിടെ കണ്ട, ഇവിടെ നമുക്ക് ഫോട്ടോസിൽ കയറിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫാമിലി ആർക്കായാലും എടുക്കാൻ പറ്റും. അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പിക്ചർ അവിടെ മ്യൂസിക് ഫൗണ്ടൈൻ സ്റ്റാർട്ടാവുന്ന ടൈമിൽ അവിടെ ഡിസ്പ്ലേയിൽ വരും. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ആരെങ്കിലും വരാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. മുത്തും ഉണ്ണിയും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ ഇതുവരെ വന്നിട്ടില്ല. വരൂല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ആസ്പെയർ പാർക്കിലെ കാഴ്ചകൾ? അടിപൊളി. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. തിരക്കുണ്ട്. അത് കാരണമാണ് അവർ എനിക്ക് തോന്നുന്നു April 1 വരെ ആക്കിയിട്ടുള്ളത്. 30 വരെയാണ് ശരിക്കും ഡേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നെങ്കിൽ എന്തായാലും നമുക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടും. ഒരുപാട് ലൈറ്റ് വർക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ മുന്നിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.